ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാനായി. I love how the preacher of the morning put it, Jesus is our vision. ഇന്ന് പ്രഭാതത്തിലെ സന്ദേശത്തിൽ നാം ദൈവശബ്ദം കേട്ടത്, ദൈവം നമുക്ക് ഒരു ദർശനം, യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിന് ദർശനം നൽകുന്നു എന്നുള്ളതാണ്. And the church for too long has been making a lot of other things its vision other than Christ. എന്നാൽ സഭയാകട്ടെ എത്രയോ നാളുകളായി പലപ്പോഴും യേശുക്രിസ്തു നൽകുന്ന ദർശനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. We don't come up with our own vision, we already have a vision. നാം നമ്മുടേതായ ദർശനമല്ല, അതേസമയം ദൈവം നമുക്ക് മുൻപ് തന്നെ നൽകിയിരിക്കുന്ന ദർശനത്തെ തിരിച്ചറിയുകയാണ് ഏറ്റവും അത്യാവശ്യമായി ചെയ്യേണ്ടത്. And our vision is Jesus. നമ്മുടെ ദർശനം യേശുക്രിസ്തു തന്നെയാണ്. Now with that in mind, I want to choose as our text a fairly familiar passage of Scripture. വളരെ പരിചിതമായ ഒരു വേദഭാഗം ഇന്നത്തെ മധ്യാഹ്നത്തിലെ ചിന്തയ്ക്കു വേണ്ടി ഞാൻ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കട്ടെ. It is one of the 6 post-resurrection appearances of Jesus. പുനരുത്ഥാനത്തിന് ശേഷം വേദപുസ്തകം യേശുവിനെ പരിചയപ്പെടുത്തുന്ന 6 സംഭവങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടിയുള്ള വേദഭാഗം. Of the 6, 2 are road stories. 6 പ്രാവശ്യം പുനരുത്ഥാനത്തിന് ശേഷം യേശുക്രിസ്തുവിനെ നാം കാണുന്നുവെങ്കിൽ അതിൽ 2 അനുഭവങ്ങൾ വഴിയിൽ വെച്ച് യാത്രയിൽ യേശുവിനെ നാം കണ്ടുമുട്ടുന്നതാണ്. There is the very familiar Damascus Road story. ഏറെ പരിചിതമായ ദമസ്കോസിലേക്കുള്ള യാത്രയുടെ സംഭവമുണ്ട്. And then there is this one that we're going to do this afternoon, the Emmaus Road story. എന്നാൽ ഇന്ന് മധ്യാഹ്നത്തിൽ നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് യേശുക്രിസ്തു എമ്മൗസിലേക്കുള്ള പുനരുത്ഥാനത്തിന് ശേഷമുള്ള യാത്രയെ സംബന്ധിച്ചാണ്. Now when you look at all 6 of them together, there are a couple of things that they all have in common. ഈ 6 സംഭവങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന അനന്തരമുള്ള 6 സംഭവങ്ങളെ നാം പരിശോധിച്ചാൽ അതിൽ ചില കാര്യങ്ങളിൽ അതിനെല്ലാം സാമ്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. In every single post-resurrection appearance of Jesus, the disciples first fail to recognize him. പുനരുത്ഥാനന്തരമുള്ള എല്ലാ യേശുവുമായുള്ള അഭിമുഖീകരണങ്ങളും യേശുവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ തിരിച്ചറിയുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. Jesus is back with them in a post-resurrection form. യേശുക്രിസ്തു വ്യത്യസ്തമായ പുനരുത്ഥാന ശേഷം പലപ്പോഴും ശിഷ്യന്മാർ കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. But the disciples fail to recognize him. എന്നാൽ യേശുക്രിസ്തു അവരുടെ അടുക്കിലേക്ക് വരുന്നുവെങ്കിലും യേശുക്രിസ്തുവിനെ കാണുവാനോ മനസ്സിലാക്കുവാനോ ശിഷ്യർക്ക് സാധിക്കുന്നില്ല. They had a problem. അവർക്ക് ഇക്കാര്യത്തിൽ വളരെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നു. They couldn't recognize Jesus when he was in their midst. അവരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ പോലും യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന പ്രശ്നം. Sisters and brothers, it's still our problem today. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഇതുതന്നെയാണ് ഇന്നും നമ്മുടെയും പ്രശ്നം. We have the same problem they did. നമുക്ക് ഇതേ ശിഷ്യന്മാരുടെ തന്നെ ഇതേ പ്രശ്നമാണ് ഇന്നും നാം അഭിമുഖീകരിക്കുന്നത്. Jesus is up to something all the time and we fail to recognize him.
യേശുക്രിസ്തു നമ്മോടൊപ്പം എല്ലായ്പ്പോഴും ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിലും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ന്യൂനത. So one of the challenges as we read this text is how do we do better at recognizing Jesus in our midst? ഈ വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് നാം ഏറെ താല്പര്യത്തോടെ ചിന്തിക്കേണ്ടത് നമ്മുടെ മധ്യത്തിലുള്ള യേശുക്രിസ്തുവിനെ നാം ഏതു വിധേന തിരിച്ചറിയും, ഏതു വിധേന മനസ്സിലാക്കും എന്നുള്ളതാണ്. Because I'm standing here today to tell you that Christ is alive. ഇന്ന് യേശുക്രിസ്തു നമ്മുടെ ഇടയിൽ സജീവമായി ഉയർത്തെഴുന്നേറ്റ് നമ്മോടൊപ്പമായിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? We serve a risen Savior. പുനരുദ്ധാനം ചെയ്ത ഉയർത്തെഴുന്നേറ്റ ഒരു രക്ഷകനെയാണ് നാം അനുഗമിക്കുന്നത്. He's in the world today. ഈ രക്ഷകൻ ഇന്ന് ഈ ലോകത്തിൽ നമ്മോടൊപ്പം ഉള്ള രക്ഷകനാണ്. I know that he is living no matter what anybody says. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ രക്ഷകൻ ഇന്ന് നമ്മോടൊപ്പം ജീവിക്കുന്നു എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. He's alive. അതെ, ഈ കർത്താവ് ഇന്ന് നമ്മോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. I believe in the resurrection. പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. Now the second thing all these 6 appearances of Jesus have in common is this. മറ്റ് ഈ പുനരുദ്ധാനത്തിന് ശേഷമുള്ള കർത്താവുമായുള്ള അഭിമുഖീകരണ സംഭവങ്ങളിലെ ആ വേദഭാഗങ്ങളെല്ലാം നാം കാണുന്ന രണ്ടാമത്തെ കാര്യം, As soon as the disciples do recognize him, he disappears. യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു കഴിയുന്ന ഉടൻ തന്നെ യേശുക്രിസ്തു അവരുടെ മധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു എന്നുള്ളതാണ്. Every single time. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ. He even has to tell Mary, don't cling to me. മറിയയോട് പോലും കർത്താവ് പറയുകയാണ്, നീ എന്നെ സ്പർശിക്കരുത്, എന്നെ ഇവിടെ നീ തടഞ്ഞു വെക്കരുത് എന്ന് പറയുന്നു. So what's up with that? എന്താണ് ഇതിന്റെയൊക്കെ താല്പര്യം? What's going on there? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? Why, as soon as they do recognize him, does he vanish? യേശുക്രിസ്തുവിനെ ശിഷ്യന്മാർ തിരിച്ചറിയുമ്പോൾ ആ നിമിഷം തന്നെ കർത്താവ് അവരുടെ മധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നത് എന്തുകൊണ്ടാണ്? So are you ready to read the story? ഈ ഒരു കഥ ഒരുമിച്ച് വായിക്കുവാൻ നിങ്ങൾ എന്നോടൊപ്പം തയ്യാറാണോ? Here we go. Let's start it. Matthew? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ, 13 മുതൽ 35 വരെയുള്ളത്, 13 മുതൽ 18 വരെ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ. The Gospel according to Saint Luke, chapter 24, verses 13 onwards 18. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ യെരുശലേമിലെ പരദേശികളിൽ, നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. All right, let's get some things straight from the very beginning. We know nothing about Emmaus. നമുക്ക് ഇങ്ങനെ ആരംഭിക്കാം. എമ്മൗസിനെ പറ്റി നമുക്കൊന്നും അറിയുകയില്ല എന്ന് ചിന്തിക്കുക. There's no Emmaus on any map. There is no Emmaus ever mentioned anywhere else in all the ancient literature other than here. പുരാതന സാഹിത്യകൃതികളിൽ ഈ പ്രത്യേക ഭാഗത്തല്ലാതെ മറ്റൊരു ഭാഗത്തും എമ്മൗസ് എന്ന ആ സ്ഥലത്തെ പറ്റി പരാമർശിച്ചിട്ടില്ല. Now, to make it even more confusing, some of the early manuscripts don't say that Emmaus was 11 kilometers from Jerusalem. They say it was 24 kilometers from Jerusalem. എന്നാൽ പലപ്പോഴും ഈ സ്ഥലത്തെ പറ്റി പഠിക്കുന്നവർ പറയുന്നത് എമ്മൗസ് എന്ന ഗ്രാമം 7 നാഴിക അല്ലെങ്കിൽ 14 കിലോമീറ്റർ ദൂരമല്ല, അതിനപ്പുറം ഏതാണ്ട് 24 കിലോമീറ്റർ ദൂരെയുള്ള ആ സ്ഥലമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. Now, if you look at a map, at 24 kilometers, there is a village exactly 24 kilometers from Jerusalem called Amwas.
എന്നാൽ ഭൂപടം പരിശോധിക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് 24 കിലോമീറ്റർ അകലെ അതിനോട് സാമ്യമുള്ള പേരുള്ള മറ്റൊരു ഗ്രാമം, എമൗസിനോട് ആ പദത്തോട് സാമ്യമുള്ള മറ്റു പേരിലുള്ളൊരു ഗ്രാമം അവിടെയുണ്ട്. It's spelled a lot like Emmaus. അതിൻ്റെ അക്ഷരങ്ങൾ എമൗസ് എന്ന വാക്കിൻ്റെ ആ പേരിനോട് ഏറെ സാമ്യമുള്ളതാണ്. But it's key to the story that they have to be able to walk to and from Jerusalem in one day. ഒരു ദിവസം കൊണ്ടാണ് അവർ യെരുശലേമിൽ നിന്ന് ഈ ഗ്രാമത്തിൽ എത്തിയതെന്ന് വേദപുസ്തകം, ഈ വേദഭാഗം നമ്മോട് പറയുന്നു. 22 kilometers is one thing. 22 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു ദിവസം അവരെടുക്കുന്നു. Can you walk 34 kilometers in one day? 34 കിലോമീറ്ററുകൾ നിങ്ങൾക്ക് ഒരു ദിവസം നടക്കാൻ കഴിയുമോ? Now maybe if you're Indian you can, ഭാരതീയരായ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് കഴിയുമായിരിക്കും. because you all are great walkers. നിങ്ങളൊക്കെ നല്ല നടപ്പ് വശമുള്ളവരാണല്ലോ. But it's a long way to walk. എന്നാൽ ഇത് വളരെ ദീർഘമായ ഒരു യാത്രയാണ്, നടപ്പാണ് എന്ന് നമുക്കറിയാം. It's possible. And if it were Amwas, this 34-kilometer city that is on the maps, that journey, the topography and geography encompass the whole history of Israel. എന്നാൽ എമൗസിനോട് സാമ്യമുള്ള ആംവസ് എന്ന ഈ ഗ്രാമം 24 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലേക്കാണ് ഒരുപക്ഷെ ശിഷ്യന്മാർ നടന്നതെങ്കിൽ ഇസ്രായേൽ ചരിത്രത്തിന്റെ എല്ലാവിധമായ അനുഭവങ്ങളിലൂടെയും കഥകളിലൂടെയും ആയിരിക്കാം അവർ അന്ന് സഞ്ചരിച്ചത്. Now, not only is the city enshrouded in mystery, but so are these two disciples. Who are they? ആരാണ് ഈ രണ്ട് ശിഷ്യന്മാർ? Do we know their names? നമുക്ക് അവരുടെ പേരുകൾ അറിയാമോ? And is it two men? All the paintings portray two men. ഇത് രണ്ട് പുരുഷന്മാരാണോ? ചില ചിത്രകാരന്മാരുടെ ഭാവനയിൽ രണ്ട് പുരുഷന്മാരെ അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. But if it were two men, why aren't both of the men mentioned? Why just one? എന്നാൽ രണ്ട് പുരുഷന്മാരെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയുടെ മാത്രം, ഒരു പുരുഷന്റെ മാത്രം പേർ ഇവിടെ പരാമർശിച്ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? And the one mentioned, his name is, anybody remember? ഇവിടെ ഒരാളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ആ പേര് അറിയാമോ? Cleopas. ക്ലെയോപ്പാവ് എന്നാണ് പേര്. That is one disciple's name. അത് ഒരു ശിഷ്യന്റെ പേര്. Do you know where else Cleopas appears? Anywhere else in the Bible? വേദപുസ്തകത്തിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ഈ ക്ലെയോപ്പാവ് എന്നുള്ള പേര് പരാമർശിക്കപ്പെട്ടുള്ളതായി നിങ്ങൾക്കറിയാമോ? Well, we do have his name one other place. മറ്റൊരു സ്ഥലത്തും ക്ലെയോപ്പാവിനെ പറ്റി പരാമർശമുണ്ട്. Remember, there were 3 Marys that stayed with Jesus at the cross along with John. യോഹന്നാനോടൊപ്പം യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് 3 വനിതകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. One was Mary, mother of Jesus. One was Mary Magdalene. And the third one was Mary, sister of Mary, wife of Cleopas. ഒന്ന് യേശുവിന്റെ അമ്മ മറിയ, മറ്റൊന്ന് മഗ്ദലക്കാരത്തി മറിയ, മൂന്നാമത്തെ വനിത ക്ലെയോപ്പാവിന്റെ ഭാര്യയും യേശുവിന്റെ അമ്മയായ മറിയുടെ സഹോദരിയുമായ മറ്റൊരു മറിയ. So how can Mary, mother of Jesus, have a sister named Mary? Well, back then they called sister-in-laws sisters. എങ്ങനെ ഒരേ പേരുകാരായി ആകാൻ സാധ്യതയുണ്ട്? യേശുവിൻ്റെ അമ്മയുടെ സഹോദരിക്കും ഒരുപക്ഷെ അത് യേശുവിൻ്റെ ഒരു അവരുടെ ചാർച്ചയിൽപ്പെട്ട ഒരു സഹോദര ഭാര്യ ആയിരിക്കാം ആ മറ്റേ മറിയ എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. So other manuscripts show us that this person Cleopas was probably Joseph's brother and Mary was his wife. So this is Jesus' aunt and uncle. ഒരുപക്ഷേ യേശുവിൻ്റെ പിതാവായ യോസെഫിൻ്റെ സഹോദരനായിരിക്കാം ക്ലെയോപ്പാസ്. ആ ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായിരിക്കാം മറിയ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തന്നെ ചാർച്ചയിൽപ്പെട്ട മാവനോ ഒക്കെയായ അത്രമാത്രം അടുത്ത ചാർച്ചയിൽപ്പെട്ട വ്യക്തികളായിരിക്കാം ഈ ക്ലെയോപ്പാവും ഭാര്യയായ മറിയയും. So it's a couple. ഈ വ്യക്തികൾ ശിഷ്യന്മാർ, യാത്ര ചെയ്യുന്ന ശിഷ്യർ രണ്ട് പുരുഷന്മാരല്ല, ഒരുപക്ഷെ അവർ ദമ്പതികളായിരിക്കാം. And that's why only one name is mentioned, because if you named him, you also assumed that you named his wife. അതുകൊണ്ടായിരിക്കാം ഈ രണ്ട് വ്യക്തികൾ യാത്ര ചെയ്യുന്നു എന്ന് പറയുന്നുവെങ്കിലും
ഒരു വ്യക്തിയുടെ പേർ മാത്രം ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. So here is a story about even Jesus' family who are disciples that fail to recognize him. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെങ്കിലും യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ചാർച്ചയിൽപ്പെട്ട രണ്ട് വ്യക്തികൾ എങ്കിലും പുനരുത്ഥാനത്തിന് ശേഷം അവർ കർത്താവിനെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നാം മനസ്സിലാക്കുന്ന വസ്തുത. So let's go back to the story. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. Cleopas and Mary are walking along, their heads are down, and they're talking with one another. ക്ലെയോപ്പാവും ഭാര്യയായ മറിയയും എമൗസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുഖം വാടിയിരുന്നു. അവർ താഴേക്ക് നോക്കി ചില കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്ത് മുൻപോട്ട് യാത്ര ചെയ്യുന്നു. A stranger sidles up to them and immediately engages them in conversation. Doesn't say, "Can I walk with you? Can I talk with you?" He just starts engaging them in conversation. ഇതായി രണ്ട് വ്യക്തികളുടെ മുൻപോട്ടുള്ള സഞ്ചാരത്തിൽ അവരോടൊപ്പം മറ്റൊരു അപരിചിതൻ അവരോടൊപ്പം യാത്ര ചെയ്യുന്നു. അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ, നിങ്ങളുടെ ഒപ്പം നടക്കട്ടെ എന്ന് ഈ അപരിചിതൻ അവരോട് ചോദിക്കുന്നുമില്ല. And how does he engage them in conversation? എങ്ങനെയാണ് ഈ ഒരു ഇടപെടലും ഈ ഒരു സംഭാഷണവും പുരോഗമിക്കുന്നത്? Look at verse 17. 17ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമെങ്കിൽ, because this is huge. ഇവിടെ ഇപ്രകാരം പറയുന്നു, He asked them a question. ഈ അപരിചിതൻ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. What are you talking about and why are you so sad? He asked them two questions. രണ്ട് ചോദ്യങ്ങൾ. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുഖം മ്ലാനമായിരിക്കുന്നത്? In other words, the first thing Jesus says to them, he doesn't tell them anything, he asks them something. അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഈ വ്യക്തിയോട് എന്തെങ്കിലും സംഭാഷിക്കുന്നതിന് മുൻപ് തന്നെ ഈ അപരിചിതൻ അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. He comes to us not first as an answer, but as a question. നമ്മുടെ അടുക്കിലേക്ക് ഈ അപരിചിതൻ വരുന്നത് ചില ഉത്തരങ്ങളുമായല്ല, എന്നാൽ ചില ചോദ്യങ്ങളുമായിട്ടാണ്. I have a friend who's a biblical scholar at London School of Theology. ലണ്ടൻ വേദശാസ്ത്ര ഒരു കോളേജിലെ അധ്യാപകനായ ഒരു സുഹൃത്ത് എനിക്കുണ്ട്. His name is Conrad Gempf. കോൺറാഡ് ബെൻത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. And he's written a book called Jesus Asked. യേശുക്രിസ്തുവിന്റെ ചോദ്യം എന്ന തലക്കെട്ടോടുകൂടെ അദ്ദേഹം ഒരു പുസ്തകം, ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. And his whole point is that if you and I were to meet Jesus on the street today, he'd be more likely to ask us something first than to tell us anything. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യം അദ്ദേഹം പറയുന്നത്, ഒരുപക്ഷേ യേശുക്രിസ്തുവിനെ നമ്മുടെ പൊതുനിരത്തുകളിൽ നാം കണ്ടുമുട്ടുകയാണെങ്കിൽ കർത്താവ് ചില ചോദ്യങ്ങളായിരിക്കാം ആദ്യമേ നമ്മോട് ചോദിക്കുന്നത്. In fact, if you read the Gospels, Jesus is always asking questions. സുവിശേഷങ്ങളിൽ കർത്താവ് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തിയാണ്. What are you looking for? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? He's more likely to ask something than to tell us something because he wants to wedge his way into our life. ഒരുപക്ഷെ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറമായി നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആഴമായുള്ള ഇടപെടൽ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് യേശുക്രിസ്തുവിൽ നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവം. In fact, sometimes Jesus answered a question with a question. ചില ചോദ്യങ്ങളിൽ യേശുക്രിസ്തു ചോദ്യത്തോടൊപ്പം തന്നെ ഉത്തരവും പറയുന്നുണ്ട്. Brothers and sisters, we can't be afraid of questions. പ്രിയ സഹോദര സഹോദരങ്ങളെ, ചില നമ്മെ അലോസരപ്പെടുത്തുന്ന ചോദ്യങ്ങൾ, അതിനോട് നിഷേധാത്മകത പുലർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. Questions are our friend. ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാകാം. And if Jesus loved questions, so should we. യേശുക്രിസ്തുവിന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾക്കും അതേ രീതിയിൽ അതേ മനോഭാവം ഉണ്ടായിത്തീരണം. So he asked them, "What are you talking about and why are you so sad?" And one of them, Cleopas, answers him. എന്നാൽ ഈ ചോദ്യത്തോട് ക്ലിയോപ്പാവിന്റെ ഉത്തരം എപ്രകാരമാണ്? Are you the only one in Jerusalem who does not know what has happened there in these days? യെരുശലേമിലെ പരദേശികളിൽ ഈ നാളുകളിൽ സംഭവിച്ചത് അറിയാതിരിക്കുന്നത് നീ മാത്രമോ എന്നാണ് ക്ലെയോപ്പാവിന്റെ ഉത്തരം. In other words, what cave have you been hiding in?
നീ എവിടെയായിരുന്നു ഈ ദിവസങ്ങളിൽ? നീ ഏത് ഗുഹയിലാണ് ഒളിച്ചു പാർത്തത് എന്നാണ് ക്ലെയോപ്പാവ് യേശുവിനോട് ചോദിക്കുന്നത്. What rock have you been under? നീ ഏത് പാറക്കൂട്ടത്തിനിടയിലാണ് ഈ ദിവസങ്ങളിൽ ആയിരുന്നത് എന്ന് പരിഹാസരൂപേണ ചോദിക്കുകയാണ്. Where you been? ഈ സംഭവമൊക്കെ നടന്നപ്പോൾ നീ എവിടെയായിരുന്നു? Are you the only one who doesn't know what's been happening in Jerusalem? യെരൂശലേമിൽ ഇത്രമാത്രം വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ട് നീ ഒരുവൻ മാത്രമാണോ ഇതൊന്നും അറിയാതെ പോയത്? Now look at verse 19. 19ാമത്തെ വാക്യം. Jesus answers their question, notice, with another, and here's how he answers it. 19ാമത്തെ ചോദ്യത്തിൽ യേശു ക്രിസ്തു കർത്താവ് വീണ്ടും മറ്റൊരു ചോദ്യമാണ് ഇതിനുത്തരമായി പറയുന്നത്. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചു. What things? എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തിവിടെ സംഭവിച്ചു എന്ന് കർത്താവ് ചോദിക്കുകയാണ്. Now let's just stop there. This is unbelievable. ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല. The resurrection of Jesus is the most incredible event in all of human history. ഈ മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചതിൽ ഏറ്റവും അത്ഭുതകരമായ സംഭവമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. It is the greatest event in all of human history. മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും പരമപ്രധാനമായ സംഭവമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. And Jesus shrugged his shoulders and says, "What things?" എന്നാൽ യേശു ചോദിക്കുകയാണ്, എന്താണ് അവിടെ സംഭവിച്ചത്? I don't know about you, but if I've just been resurrected from the dead and I'm back, I'm coming back on a white horse, prancing around saying, "Look at me." നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഞാനാണ് ഇങ്ങനെ മരണശേഷം ഉയർത്തെഴുന്നേറ്റതെങ്കിൽ ഞാൻ അടങ്ങിയിരിക്കുകയില്ല. ഞാനൊരു വലിയ വെള്ളക്കുതിരയുടെ പുറത്ത് കയറി പല സ്ഥലത്ത് പോയി ഞാനാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് എല്ലാവരോടും പ്രഖ്യാപിക്കും. And I'm taking my horse to all those people that killed me, and I'm looking at man in the face and going, "Nah, look what you thought you did, and I'm back." ഞാനാണെങ്കിൽ എന്നെ ഉപദ്രവിച്ചവരുടെയും എന്നെ കൊന്നവരുടെയും മുൻപിൽ ചെന്നിട്ട് ഇത് ഞാനാണെന്ന് അവരോട് ധൈര്യപൂർവ്വം അവരോട് പ്രസ്താവിക്കും. But Jesus does something very different. എന്നാൽ യേശുക്രിസ്തു ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. He's humble. അവനേറെ വിനയാന്വിതനാണ്. He's gentle. വളരെ താഴ്മയോടെ ഇടപെടുന്നു. And he pretends what things? യേശുക്രിസ്തു ഒരുപക്ഷെ അഭിനയിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന ഭാവത്തിൽ അവരോട് സംസാരിക്കുന്നു. Okay, let's go back to the story. They said to him concerning Jesus of Nazareth. Read through 24. നസറായനായ യേശു ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ച് തന്നെ നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ല താനും. And then he said to them, അവൻ അവരോട്, "O fools, അയ്യോ ബുദ്ധിഹീനരെ, slow of heart to believe what the prophets have spoken." പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, Was it not necessary for the Messiah to suffer these things and to enter his glory? ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. And beginning with Moses and the prophets, he explained to them all the things concerning himself in all the scriptures. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. In other words, he told them the whole story and how the whole story was about the Messiah. മറ്റൊരു വാക്യത്തിൽ രീതിയിൽ പറഞ്ഞാൽ ഈ ദൈവവചനത്തിന്റെ കഥ മുഴുവനും ആഖ്യാനം മുഴുവനും കർത്താവ് അവരുമായി പങ്കുവയ്ക്കുകയാണ്. ഈ കഥയിൽ മുഴുവൻ മശിഹായെ പറ്റിയുള്ള കഥയാണ്. മശിഹായാണ് ഈ കഥയുടെ പ്രധാന തന്തുവെന്ന്
അവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ്. He told the whole story. Do you know the whole story? Can you tell the whole story? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ കഥ പൂർണ്ണമായി അറിയാമോ? നിങ്ങൾക്ക് ഈ കഥ മുഴുവനായി പങ്കുവയ്ക്കുവാൻ അറിയാമോ? This culture is desperate for stories. It's addicted to story. Can we tell them our story? ഈ ഒരു സംസ്കാരം എപ്പോഴും കഥകൾ കേൾക്കുവാൻ താല്പര്യപ്പെടുന്ന സംസ്കാരമാണ്. അവരുമായി പങ്കുവെക്കേണ്ടത് കഥകളാണ്, ജീവിതത്തിന്റെ കഥകളാണ്. I know we can tell them our points and our verses, but can we tell them the whole story? നമുക്ക് ചില വാക്യങ്ങളിലെ പ്രത്യേകമായ ശക്തീകരണങ്ങൾ, ചില വാക്കുകൾ പങ്കുവയ്ക്കുവാൻ നമുക്കറിയുമായിരിക്കാം. എന്നാൽ ഈ ആഖ്യാനം മുഴുവൻ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? And if the village were Amwas, that village that was 17 kilometers away from Jerusalem, he would have told the whole story as he connected it to the geography of the walk. ഒരുപക്ഷെ അവർ യാത്ര ചെയ്യുന്ന 24 കിലോമീറ്റർ ദൂരെയുള്ള എമസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഈ രക്ഷയുടെ ചരിത്രത്തിന്റെ കഥകളെല്ലാം ആ യാത്ര ചെയ്യുന്ന ഇടങ്ങളുടെ ആ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി യേശുക്രിസ്തു ഈ ശിഷ്യർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ടാകാം.